യേശുനാഥനിൽ സൗഖ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ്. രാജസേവകന്റെ യാചനയും അവൻ്റെ മകൻ്റെ സൗഖ്യവുമാണ് സുവിശേഷം. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. യേശുവിൻ്റെ ഗലീലി യാത്ര. ക്രിസ്തുവിന് തിരസ്കരണത്തിൻ്റെ അനുഭവം ഗലീലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യേശുവിൻ്റെ സ്വന്തം ജനം അവനെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിനേക്കാളും ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ അവർ കണ്ടിരുന്നു എന്നതുകൊണ്ടാണ് യേശുവിനെ അവർ അവിടെ സ്വാഗതം ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷകൻ യേശു ആരാണെന്ന സത്യം വെളിവാക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയിലും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഗലീലിയക്കാർ അവനെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുന്നില്ല. അത്ഭുതങ്ങൾ അവർ കണ്ടതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചു. യോഹന്നാന്റെ 4-ാം അധ്യായം ആരംഭത്തിൽ യൂദയായിൽ വെച്ച് യേശു ഏറെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതായി ഫരിസേയർ കേട്ടു എന്ന് മനസ്സിലാക്കിയ യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് പോയി എന്ന് വചനം പറയുന്നു. യേശുവിൻ്റെ യാത്രകൾ ആത്മീയതയുടെയും വിവേകത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. യഹൂദരുടെ തിരസ്കരണ സ്വഭാവത്തിന് വിരുദ്ധമായി കർത്താവിനെ ഗലീലക്കാർ സ്വീകരിക്കുകയാണ്. തിരസ്കരണവും സ്വീകാര്യതയും ക്രിസ്തു യാത്രയുടെ അഥവാ ക്രിസ്തുവിന് വേണ്ടിയുള്ള യാത്രയുടെ പ്രത്യേകതയാണ്. 2. രാജസേവകന്റെ യാചനയും വിശ്വാസവും. ഹെറോദോസ് അന്തിപ്പാസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, തികച്ചും ധനികനായ, അധികാരവും അംഗീകാരവുമുള്ളവൻ, തൻ്റെ മകന് വേണ്ടി ക്രിസ്തുവിനോട് യാചിക്കുന്നു, എളിമപ്പെടുവാൻ മനസ്സ് കാണിക്കുന്നു. അങ്ങ് വന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ. യേശു അവൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടല്ലേ നീ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നാൽ രാജസേവകൻ അവനെ വിശ്വാസത്തോടെ വീണ്ടും യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് മകനെ സുഖപ്പെടുത്തുവാൻ വിളിക്കുന്നു. യേശു കണ്ടത് അവൻ്റെ വിശ്വാസത്തെയാണ്. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. മരണത്തിൻ്റെയും ജീവൻ്റെയും ഇടയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് വിശ്വാസം എന്ന് കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. 3. സമയത്തിൻ്റെ സ്ഥിരീകരണം. യേശു പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് രാജസേവകൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ നിദാനം. തനിക്ക് ക്രിസ്തുവിനോടുള്ള വിശ്വാസം. 2. ക്രിസ്തു തന്നോട് പറഞ്ഞ വാക്കിലുള്ള അവൻ്റെ വിശ്വാസം. 3. ക്രിസ്തു പറഞ്ഞത് കേട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ കാണിച്ച അനുസരണവുമാണ് സൗഖ്യത്തിൻ്റെ 3 കാരണങ്ങൾ. അവൻ പോകും വഴി മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി അവൻ്റെ ഭൃത്യന്മാർ വന്നു. എന്നുവച്ചാൽ രാജസേവകൻ്റെ മകൻ ഏകദേശം മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് സാരം. അപ്പോൾ അവൻ ഏത് സമയത്താണ് ഇത് ഉണ്ടായത് എന്ന് അവരോട് അന്വേഷിക്കുകയും ആ മണിക്കൂർ കർത്താവ് തന്നോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞ ആ മണിക്കൂർ തന്നെയാണെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്തു. അതിനുള്ള മറുപടിയായി അവനും അവൻ്റെ കുടുംബവും യേശുവിൽ വിശ്വസിച്ചു. ഇതാണ് വിശ്വാസ സമ്പൂർണത. ക്രിസ്തുവിന് അവൻ കൊടുത്ത പ്രത്യുപകാരം ക്രിസ്തുവിനോടുള്ള സമ്പൂർണ്ണ വിശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നവരായും ജീവിക്കുന്നവരായും പ്രഘോഷിക്കുന്നവരായും മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ യേശുവിനരികെ വാ, യേശുവിൻ ചാരെ വാ,
യേശുവിനരികെ വാ, യേശുവിൻ ചാരെ വാ. നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, നീറുന്ന നൊമ്പരം മാറ്റി നിൻ വേദനയെല്ലാം നീക്കിടും. നീറുന്ന നൊമ്പരം മാറ്റി നിൻ വേദനയെല്ലാം നീക്കിടും. വഴിയും സത്യവും ജീവനും ആശ്രയിപ്പാനും യേശു മാത്രമേ. വഴിയും സത്യവും ജീവനും ആശ്രയിപ്പാനും യേശു മാത്രമേ. നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ, നീ തകർന്ന മനസ്സോടെ, നീ നിറഞ്ഞ മിഴിയോടെ. യേശുവിനരികെ വാ, യേശുവിൻ ചാരെ